Hi all, today we will discuss about IP version 4, Internet Protocol version 4. Okay, so IP version 4 is a connectionless protocol used for packet switched networks. It operates on best effort delivery model in which neither delivery is guaranteed nor proper sequencing or avoidance of duplicate delivery is assured. That means അപ്പം കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? ഇവിടെ സെൻറ്റർ ഉണ്ടായിരിക്കും, റിസീവർ ഉണ്ടായിരിക്കും. ഓക്കെ മാം, ഇപ്പോൾ നമുക്ക് വിൻഡോ സൈസ്, അതായത് എത്ര പാക്കറ്റ് സെൻഡ് ചെയ്തു എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം വിൻഡോ സൈസ് 3 ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഒരു പാക്കറ്റ് എത്തി, ഇവിടെ നിന്ന് സെക്കൻഡ് പാക്കറ്റ് എത്തി, ദെൻ ഇവിടെ തേർഡ് പാക്കറ്റ് എത്തി. അപ്പോൾ എന്താണ്, ഇവിടെ സീക്വൻസിങ് ഉണ്ടാവും, 1 2 3 ആ ഒരു ഓർഡർ അത് മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ ഇവിടെ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, റിസീവറിന് സെൻറ്ററിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് പോവും. ഓക്കെ, 3 പാക്കറ്റ് റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാം മിസ്സിങ് ആണെങ്കിൽ എന്താണ് ആ കാര്യം എന്താണ് സെൻറ്റർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വീണ്ടും റീട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ എല്ലാം എന്താണ് ഒരു പ്രോപ്പർ വേയിലാണ് കണക്ഷൻ ഓറിയൻറ്റഡിൽ നടക്കുന്നത്. അതേസമയം കണക്ഷൻലെസ് ആവുന്ന സമയത്ത് എന്തില്ല, ഇങ്ങനെ എന്താണ് അവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല, എന്താണ് ആ ഒരു പാക്കറ്റ് കറക്റ്റ് ഡെലിവറി ആയിട്ടൊന്നുമില്ല. ദെൻ എന്താണ് ആ ഒരു സീക്വൻസിങ് ഓർഡർ അത് അവിടെ ഇല്ല. അവോയ്ഡൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഡെലിവറി, അതായത് ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ് തന്നെയാണ് വീണ്ടും വീണ്ടും റിസീവ് ചെയ്യുന്നത്, അതിനൊന്നും ഒരു അഷ്വറൻസ് ഇല്ല. ഓക്കെ, പക്ഷേ എന്താണ് ഇത് ഫാസ്റ്റാണ്. കണക്ഷൻലെസ് എന്ന് പറയുന്നത് ഫാസ്റ്റാണ്. എങ്ങനെ, കണക്ഷൻ ഓറിയൻറ്റഡിനെക്കാട്ടും ഫാസ്റ്റാണ്. Okay, so Internet Protocol version 4 is the 4th version of Internet Protocol and a widely used protocol in data communication over different kinds of networks. IP version 4 is a connectionless protocol used in packet switch layer networks such as Ethernet. It provides a logical connection between the network devices by providing identification for each devices. Okay. Then there are many ways to configure IP version 4 with all kinds of devices including manual and automatic configurations depending on network type. So ഇത് ഡിഫൈൻ ചെയ്യുന്നത് RFC 791-ലാണ്. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് IP version 4 അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, IP version 4 എന്ന് പറയുന്നത് എന്താണ്, 32 ബിറ്റാണ്. സോ IP version 4 എന്ന് പറയുന്നത് 32 ബിറ്റാണ്, IP version 4 എന്ന് പറയുന്നത്. ദെൻ വേർഷൻ 6 ഉണ്ട്. വേർഷൻ 6 എന്ന് പറയുന്നത് എത്രയാണ്, 128. ഇത് എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. IP version 4 എന്ന് പറയുന്നത് 32 ബിറ്റ്സും IP version 6 എന്ന് പറയുന്നത് 128 ബിറ്റ്സും ആണ്. ഓക്കെ, ദെൻ ക്ലാസ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പം നോക്കാം. ഇപ്പം ജസ്റ്റ് ഇത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, എന്താ ഇതിൽ 32 ബിറ്റ് അഡ്രസ് ഫോർ ഈതർനെറ്റ് കമ്മ്യൂണിക്കേഷൻ 5 ക്ലാസ്സസ്, 5 ക്ലാസ്സസ് ആണുള്ളത്. ഏതൊക്കെയാണ്, A, B, C, D. അപ്പോൾ അതിൻ്റെ റേഞ്ചും ഉണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 0 to 126, 128 to 191, 192 to 223 അങ്ങനെ. ഓക്കെ, സോ അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, എയും ബിയും സിയും ആണ്. ഓക്കെ, 5 ക്ലാസ്സുകളാണ്, A, B, C, D, E. അതിൽ കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, എയും ബിയും സിയും ആണ്. ഓക്കെ, ദെൻ ക്ലാസ് ഡി എന്ന് പറയുന്നത് മിലിറ്ററി പർപ്പസിന്, മൾട്ടി കാസ്റ്റിംഗ് ഓക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ്, ക്ലാസ് ഇ എന്ന് പറയുന്നത് എന്താണ്, റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്. ഓക്കെ, then IP version 4 uses 32-bit 4-byte, അതായത് 32 ബിറ്റ് എന്ന് പറഞ്ഞാൽ 4-byte addressing which gives 2^32 addresses. Okay, IP version 4 addresses are written in dot decimal notification. Okay, അതായത് ഇപ്പം നിങ്ങളുടെ IP അഡ്രസ്സ് അറിയണമെങ്കിൽ നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. ദെൻ കമാൻഡ് പ്രോംപ്റ്റിൽ നിങ്ങൾ IP config എന്ന് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് IP config എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ എന്താണോ IP അഡ്രസ്സ് അത് നിങ്ങൾക്ക് വ്യൂ ആവും. ഓക്കെ, അപ്പോൾ അത് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക, 192 ഡോട്ട്. ഓക്കെ, അങ്ങനെ ഡോട്ടഡ് ആയിരിക്കും, 192 ഡോട്ട് 168 ഡോട്ട് ഓക്കെ 1.0
അതാണ് ഇവിടെ ഡോട്ടഡ്. അപ്പോൾ ഡോട്ടഡ് റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. ഓക്കെ, ഇതാ ഇപ്പം കണ്ടില്ലേ. ഇപ്പോൾ എവിടെയാണ് ഇപ്പം നമ്മളുടെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. ദെൻ ജസ്റ്റ് IP config, സ്പേസ് ഒന്നുമില്ല, എന്താണ് IP config എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു റെപ്രസെൻറ്റേഷൻ. ഒരു എക്സാമ്പിളാണ് എന്താണ് IP വേർഷൻ 4 ഡോട്ടഡ് ഇതിലാണ് 192.168.1.5. അപ്പം ഇത് 192 ആണ്. സോ ഇറ്റ് ഈസ് C ക്ലാസ്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ ഇതാണ് IP വേർഷൻ 4ൻ്റെ ഹെഡർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അതായത് IP വേർഷൻ 4 എന്ന് പറയുമ്പം എന്താണ് അതിൽ 2 പാർട്ടാണ് വരുന്നത്. ഒന്ന് ഹെഡർ പാർട്ടും ഒന്ന് എന്താണ് ടെക്സ്റ്റും. ഓക്കെ, അപ്പം ഇതെല്ലാം അത് രണ്ടും കൂടെയാണ് നമ്മളുടെ എന്താണ് അതാണ് പേലോഡ് എന്ന് പറയുന്നത്. ഹെഡറും ദെൻ എന്താണ് ടെക്സ്റ്റും. ഓക്കെ, ഇതിനെ മൊത്തമായിട്ട് നമ്മൾ പേലോഡ് എന്നാണ് പറയാം. ഓക്കെ, അപ്പം ഇതിൽ ഹെഡർ പാർട്ടിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഹെഡർ പാർട്ടിൽ എന്തൊക്കെയാണുള്ളത്? ഒന്ന് വേർഷൻ, ഇത് ഏതാണ് 4 ബിറ്റ് ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേർഷൻ, അതായത് പല വേർഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് IP വേർഷൻ 4 ആണോ 6 ആണോ എന്താണ് ആ ഒരു വേർഷൻ നമ്പറാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് വേർഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വേർഷൻ നമ്പർ ഉണ്ടായിരിക്കും. അത് ആ വേർഷൻ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ് 4 ബിറ്റിലാണ്. ഓക്കെ, 4 ബിറ്റ്സിലാണ് വേർഷൻ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹെഡർ ലെങ്ത്. ഹെഡർ ലെങ്ത്തിൽ എല്ലാം വരും. എന്താണ് ഈ ടൈപ്പ് ഓഫ് സർവീസ്, വേർഷൻ എല്ലാം വരും. അത് 4 ബിറ്റ്സ് ആണ്. ദെൻ എന്താണ് ടൈപ്പ് ഓഫ് സർവീസസ്, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ദെൻ എന്താണ് ടോട്ടൽ ലെങ്ത് 16 ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 വേർഷൻ്റെ 4, ദെൻ ഹെഡർ ലെങ്ത് 4, ടൈപ്പ് ഓഫ് സർവീസ് 8, ദെൻ ടോട്ടൽ ലെങ്ത് 16 ബിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 32 ബിറ്റ്സ്, അത് 4 ബൈറ്റ്സ്. ഓക്കെ, അപ്പം അതേപോലെ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ എന്താണ് 16 ബിറ്റ്സ്. ദെൻ 3 ഫ്ലാഗ്സ്, നൾ ബിറ്റ്, ഡോൺ ഫ്രാഗ്മെൻറ്റ്, ദെൻ ഫ്രാഗ്മെൻറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് 3 ബിറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ദെൻ എന്താണ് ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ് 13 ബിറ്റ്സ്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയാണ് 4 ബൈറ്റ്സ്. ഓക്കെ, ദെൻ എന്താണ് ടൈം ടു ലീവ്, ദെൻ പ്രോട്ടോകോൾ, ദെൻ ഹെഡർ ചെക്സം, മൊത്തം കൂട്ടിയാൽ 4 ബൈറ്റ്സ് 32 ബിറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സോഴ്സ് IP 32 ബിറ്റ്സ് 4 ബൈറ്റ്സ്. ദെൻ ഡെസ്റ്റിനേഷൻ, അതേപോലെ ഓപ്പറേഷൻ 0 to 40, ദെൻ ഡേറ്റ. ഓക്കെ, ഓപ്പറേഷൻ ദെൻ അങ്ങനെ ടോട്ടൽ എത്രയാണ് വരുന്നത്? അതായത് ഓപ്പറേഷനിലെ ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻസ് വരെ ഉള്ള ഇത് മൊത്തം ദെൻ എന്താണ് 32 ബിറ്റ്സ്, അതായത് 4 ബൈറ്റ്സ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ IP വരെ ഉള്ളത്. ഓക്കെ, എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 ബൈറ്റ്സ്. ഓക്കെ, അപ്പം ഈ ഒരു ഹെഡറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് മാക്സിമം ഹെഡർ എന്ന് പറയുന്നത് 60 ബൈറ്റ്സും മിനിമം ഹെഡർ എന്ന് പറയുന്നത് എത്രയാണ്? 20 ബൈറ്റ്സും ആണ്. ഓക്കെ, അപ്പം ഹെഡറിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 20 ബൈറ്റ്സും ദെൻ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? 60 ബൈറ്റ്സും ആണ്. ഓക്കെ, ദെൻ ഡേറ്റ എന്ന് പറയുന്നത് വേരി ചെയ്യും. അതിൻ്റെ മാക്സിമം വരുന്നത് 65535 ആണ്. ഓക്കെ, അത് പറയാം. ഓക്കെ, സോ നമുക്ക് ഓരോന്നും നോക്കാം എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? വേർഷൻ ഓഫ് IP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ആണ്, വിച്ച് ഈസ് എന്താണ് IP വേർഷൻ 4, അതായത് 4. നെക്സ്റ്റ് ഹെഡർ
header length എന്ന് പറയുന്നത് എത്രയാണ് 4 bits ആണ്, which is the number of 32 bits words in header. The minimum value for this field is 5 and maximum is 15. Okay, minimum value header lengthൽ വരുന്ന minimum value എന്ന് പറയുന്നത് 5 ആണ്, maximum is 15. അതായത് വാല്യൂ ആണ്. സോ 5 ഇൻറ്റു എത്രയാണ് header length 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 20. ഓക്കെ, then 15 into 4 that is equal to 60. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 20 bytes ആണ്, അതായത് മാക്സിമം 60യും മിനിമം എന്ന് പറയുന്നത് 20 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഹെഡർ ലെങ്ത്തിൽ വരാവുന്ന വാല്യൂ എന്ന് പറയുന്നത് മിനിമം എത്ര വാല്യൂ വരാം 5ഉം മാക്സിമം എന്ന് പറയുന്നത് 15ഉം. ഓക്കെ, ദെൻ ചില സ്ഥലത്ത് ഈ ഹെഡർ ലെങ്ത്ത് HLN എന്ന് പറയുന്നത് IHLN എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് കാണാം. അതായത് ഇൻ്റർനെറ്റ് ഹെഡർ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടും റെപ്രസെൻറ്റ് ചെയ്തിട്ട് കാണാം. സെയിം തന്നെയാണ് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ദ ഇൻ്റർനെറ്റ് ഹെഡർ ലെങ്ത് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ total length of the header and is represented in 32 bits words. Okay, the minimum value for internet header length is 5. Okay, which accounts for version IHL. Then ഇവിടെ 32 bits ആണ് എടുത്തത്, അതായത് നമ്മളുടെ 4 bytes, അതാണ് 5 into 4 equal to 20 bytes എന്ന് പറയുന്നത്. ഇവിടെ 32 എന്ന് പറയുന്നത് 4 into 8. ഓക്കെ, ദാറ്റ് മീൻസ് 32 bits. അപ്പോൾ ഇവരവിടെ 5 into 32 എടുത്തതാണ്. സോ 160 bits. ഇത് മാറി പോവരുത്. 5 into 4 എന്ന് പറയുന്നത് 20 bytes ആണ്. ഓക്കെ, 20 bytes എന്ന് പറഞ്ഞാൽ എത്രയാ 20 into 8 which is equal to 160 bits. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് 5 into 32. ഓക്കെ, വിച്ച് അക്കൗണ്ട്സ് ഫോർ വേർഷൻ. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളും, അതായത് വേർഷൻ ഉണ്ടായിരിക്കും, ഹെഡർ ലെങ്ത് ഉണ്ടായിരിക്കും, ടൈപ്പ് ഓഫ് സർവീസ്, TOS മീൻസ് ടൈപ്പ് ഓഫ് സർവീസ്. ഓക്കെ, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ, ഫ്ലാഗ്സ്, ഫ്രാഗ്മെൻറ്റ്, ഓഫ്സെറ്റ് നമ്മൾ ആ പിക്ചറിൽ കണ്ടില്ലേ, അതെ, ടൈം ടു ലീവ്, പ്രോട്ടോകോൾ, ചെക്സം ആൻഡ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എല്ലാം കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെയാണ് എത്രയെന്ന് പറയുന്നത് നമ്മളുടെ 20 bytes. അപ്പോൾ ഇവിടെ എന്താണ് ഹെഡർ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് അതിൽ വരാവുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് 5ഉം ദെൻ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ് 15ഉം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് സർവീസ്. അപ്പം നെക്സ്റ്റ് അപ്പോൾ നമ്മൾ വേർഷൻ പറഞ്ഞു, ഹെഡർ ലെങ്ത് പറഞ്ഞു, ഇനി വരുന്നത് എന്താണ് ടൈപ്പ് ഓഫ് സർവീസ് ആണ്. എന്താണ് ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്? ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് എത്രയാണ്? ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് 8 bits ആണ്. അപ്പം ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ്. ടൈപ്പ് ഓഫ് സർവീസ് ക്വാളിറ്റി ഓഫ് സർവീസ് ആണ്, അതായത് ലോ ഡിലേ, ഹൈ ത്രൂപുട്ട്, റിലയബിലിറ്റി. ഓക്കെ, അതൊക്കെയാണ് ടൈപ്പ് ഓഫ് സർവീസ്. ഈ ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് എന്താണ് ആദ്യം 8 bits ആയിരുന്നു, ഇപ്പോൾ അത് 6 എന്താണ് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6ഉം ഒരു 2ഉം ആയിട്ട് എന്താണ് അത് നോക്കാം. ഓക്കെ, അതായത് ഡിഫറൻഷ്യേറ്റഡ് ടൈപ്പ് ഓഫ് സർവീസ് അതിൽ വരുന്നത് ഒന്ന് ഡിഫറൻഷ്യേറ്റഡ് സർവീസ് കോഡ് പോയിൻറ്റ്, അതാണ് ക്വാളിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 6 bits. ദെൻ എക്സ്പ്ലിസിറ്റ് കൺജഷൻ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള 2 bits. അങ്ങനെ ഇപ്പം മോഡേൺ വേർഷനിൽ, അതായത് IP വേർഷൻ 4ൻ്റെ മോഡേൺ വേർഷനിൽ അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്താണ് ടോട്ടൽ 8 bitsനെ ആദ്യം ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട് 8 bits തന്നെയായിരുന്നു. ഇപ്പോൾ ഈ 8 bitsനെ ഡിവൈഡ് ചെയ്തിട്ട് 6ഉം 2ഉം ആക്കിയിട്ടുണ്ട്. 6 എന്ന് പറയുന്നത് എന്താണ് ഡിഫറൻഷ്യേറ്റഡ് സർവീസ് കോഡ് പോയിൻറ്റ്, അതായത് നമ്മുടെ ക്വാളിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാനും ദെൻ എക്സ്പ്ലിസിറ്റ് കൺജഷൻ നോട്ടിഫിക്കേഷൻ ECN അതിന് വേണ്ടിയിട്ട് 2 bits. ഓക്കെ, when the internet protocol was initially designed, the part of a packet header was called type of service field that used 8 bits. This field was used to define precedence value along with other quality of service parameters for the packet.
The modern implementation has changed from using this part of packet from single 8-bit to type of service field to a 6-bit DSCP and 2-bit ECN field. DSCP field extends on the way that quality of service is placed upon specific packet. This specifies of the DSCP field could run the length of this entire article and is outside the scope of this article. The ECN field is used to provide end-to-end congestion notification between supporting ECN equipment. Okay, then next വരുന്നത് total length field. ടോട്ടൽ ലെങ്ത്, അതായത് ഈ ഒരു ഇതിൻ്റെ പേലോഡ് എത്രയാണ്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 16 ബിറ്റ്സ് ആണ് അവിടെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ ഓക്കെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഹെഡർ പ്ലസ് ഡേറ്റ. ഓക്കെ, വിച്ച് ഹാസ് മാക്സിമം വാല്യൂ 20 bytes and minimum value 20 bytes and maximum is 65535 bytes. ഓക്കെ, ഏതിൻ്റെ കാര്യമാണ് പറയുന്നത്, ഡേറ്റേൻ്റെ. ഹെഡർ ലെങ്ത് എന്ന് പറയുന്നത് 20 മിനിമം, പിന്നെ എത്രയാണ് 60 എന്ന് പറയുന്നത് മാക്സിമം. ഓക്കെ, 20 എന്ന് പറയുന്നത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ വരെയുള്ള ടോട്ടൽ, ദെൻ പ്ലസ് 40 എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷൻ ഫീൽഡ്, അങ്ങനെയാണ് 60. ഓക്കെ, അപ്പോൾ ഇതാണ് മിനിമം വാല്യൂ. ഓപ്ഷൻ ഫീൽഡ് ഓപ്ഷനിലാണ്, എല്ലാവരും യൂസ് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് ആ ഒരു 40 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, നമുക്ക് 20 ആണ്. അതാണ് 20 എന്ന് പറയുന്നത് മിനിമം വാല്യൂ. രണ്ടാമത്തേത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് 20 + 40 വരും, ദാറ്റ് മീൻസ് 60 വരും. ഓക്കെ, അതാണ് ഹെഡറിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഡേറ്റ പാർട്ട് ആണെങ്കിൽ എത്ര വരും, 20 bytes ആണ് അതിൻ്റെ മിനിമം. മാക്സിമം എന്ന് പറയുന്നത് 25535 bytes. ഓക്കെ, ഇപ്പം നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പം ഹെഡർ ലെങ്ത് വാല്യൂ 5 ആണ്, ദെൻ എന്താണ് എത്രയാണ് ലെങ്ത്ത് തന്നിട്ടുണ്ടാവും, ഫോർ എക്സാമ്പിൾ 80 തന്നിട്ടുണ്ടാവും. ദെൻ എന്താണ് അതിൽ സെൻഡ് ചെയ്യുന്ന ഡേറ്റ എത്രയായിരിക്കും എന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്, 80 ആണ്, ഈക്വൽ ടു ഹെഡർ ലെങ്ത് നമുക്ക് 5 തന്നിട്ടുണ്ടെങ്കിൽ ഈ 5 എന്ന് പറയുന്നത് എത്രയാണ്, അതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് 5 × 4 ചെയ്യണം. 4 ബിറ്റ്സ് ആണ് ഹെഡർ ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 5 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പ്ലസ് ഡേറ്റ. അപ്പം ഡേറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 60 വരും. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം എന്താണ് നമ്മളൊരു ഡേറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇത്ര തന്നിട്ടുണ്ടാവും. ദെൻ ലെങ്ത് ഓഫ് ഹെഡർ വാല്യൂ തന്നിട്ടുണ്ടാവും 5 എന്നുള്ളത്. ദെൻ ഡേറ്റ കണ്ടുപിടിക്കാൻ. ഓക്കെ, അങ്ങനെ തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദി ഐഡൻറ്റിഫിക്കേഷൻ ഫീൽഡ് യൂസസ് 16 bits and is uniquely set by sender to help identify specific packet when they are being reassembled from fragments. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാക്കറ്റിനെയും നമ്മൾ എന്താണ് യൂണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇത് റിസീവറിൽ എത്തിയിട്ട് പാക്കറ്റ് റീഅസംബിൾ ചെയ്യുമല്ലോ, ആ ഒരു ഓർഡറിൽ നമ്മൾ അവിടെ ഓർഡറിൽ റിസീവർ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. അപ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ്. ഇഫ് ദർ ഈസ് ഓൺലി വൺ പാക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫ്രാഗ്മെൻറ്റഡ് ദെൻ ഇറ്റ് വിൽ ബി ദി ഓൺലി പാക്കറ്റ് വിത്ത് ദാറ്റ് സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ വാല്യൂ. ഓക്കെ, അപ്പം ഒരു പാക്കറ്റ് തന്നെ എന്താണ് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്കറ്റ് പല ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയാവുന്ന സമയത്ത് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒറ്റ പാക്കറ്റേ ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം ഈ പാക്കറ്റിന് എന്താണ് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് എന്താണ് ഈ 3 പാക്കറ്റിനും ഒരേ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് മനസ്സിലാവും, ഇത് 3ഉം കൂടെ എന്താണ് ഒരു പാക്കറ്റാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഇഫ് ദർ ഈസ് ഓൺലി വൺ പാക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫ്രാഗ്മെൻറ്റഡ് ദെൻ ഇറ്റ് വിൽ ബി ദി ഓൺലി പാക്കറ്റ് വിത്ത് ദാറ്റ് സ്പെസിഫിക് എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ വാല്യൂ. ഫോർ ഫ്രാഗ്മെൻറ്റഡ് പാക്കറ്റ്സ് ദി വാല്യൂ ഈസ് സെയിം അക്രോസ് ഓൾ ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ബൈ ദി ഡെസ്റ്റിനേഷൻ ഡിവൈസ് ടു റീഅസംബിൾ ദി ഡേറ്റ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു 3 ഫ്ലാഗ്സ് ആണുള്ളത്. അതിൽ
ഫസ്റ്റ് ബിറ്റ് ഈസ് ഓൾവേസ് സെറ്റ് ടു 0. ഇപ്പോൾ ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവാം നമുക്ക് എന്താണ് ഇതിൽ ഫസ്റ്റ് ബിറ്റ് ഇത് ഓൾവേസ് സെറ്റ് ടു വാട്ട് 0 ആയിട്ടാണ് ഇവിടെ എന്താണ് ഫസ്റ്റ് ബിറ്റ്. അപ്പം 3 ഫ്രാഗ്മെൻറ്റ്സിൽ ഫസ്റ്റ് ബിറ്റ് ഓൾവേസ് വാട്ട് 0. ഓക്കെ. The second bit represents whether a packet is allowed to fragment. Okay, അതായത് don't fragment or split into multiple pieces. അതാണ് സെക്കൻഡ് ഫ്ലാഗ്. അപ്പം ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ ഈ പാക്കറ്റ് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ വാല്യൂ, അതായത് ഒറ്റ ഒരു പാക്കറ്റിനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വാല്യൂ ഉള്ളൂ. ഇത് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു വാല്യൂ റെപ്രസെൻ്റ് ചെയ്യും. ഡോൺ ഫ്രാഗ്മെൻറ്റ് ആണെങ്കിൽ എന്താണ് വാല്യൂ ഓഫ് 0 മീൻസ് ദി പാക്കറ്റ് ഈസ് അലൗഡ് ടു ബി ഫ്രാഗ്മെൻറ്റഡ്. ഓക്കെ. അപ്പം നമ്മൾ ഡോൺ ഫ്രാഗ്മെൻറ്റ് ഫീൽഡ് ഓർ സ്പ്ലിറ്റ് എന്താണ് 0 ആണ് സെറ്റ് ചെയ്തതെങ്കിൽ എന്താണ് അത് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദി വാല്യൂ ഓഫ് 1 മീൻസ് ദി പാക്കറ്റ് ഈസ് നോട്ട് അലൗഡ് ടു ബി ഫ്രാഗ്മെൻറ്റഡ്. ഓക്കെ. അപ്പം അതിൻ്റെ അർത്ഥം അപ്പം ഈ ഒരു ഫീൽഡിൽ ഈ വാല്യൂ സെറ്റ് ചെയ്യുന്നത് പോലെ ഇപ്പം 0ഉം 1ഉം സെറ്റ് ചെയ്യും ഡോൺ ഫ്രാഗ്മെൻറ്റ് ഫീൽഡ് കേട്ടോ. അപ്പം അതിൽ 0 ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഡിഫറെൻറ്റ് ഫ്രെയിംസ് ഉണ്ട് എന്നർത്ഥം. ദെൻ എന്താണ് അടുത്ത എന്താണ് വാല്യൂ 1 മീൻസ് ദാറ്റ് പാക്കറ്റ് ഈസ് നോട്ട് അലൗഡ് ടു വാട്ട് ഫ്രാഗ്മെൻറ്റേഴ്സ്. ദി തേർഡ് ബിറ്റ് റെപ്രസെൻറ്റ്സ് ദി ലൊക്കേഷൻ ഓഫ് പാക്കറ്റ് ഇൻ എ സീരീസ് ഓഫ് ഫ്രാഗ്മെൻറ്റഡ് പാക്കറ്റ്സ്. അപ്പം അടുത്തത് തേർഡ് ബിറ്റ് എന്ന് പറയുന്ന സമയത്ത് ലൊക്കേഷൻ ഉണ്ടോ ഏറ്റവും DF1 ബിറ്റ്. ഓക്കെ. അപ്പം ഇവിടെ ഫസ്റ്റത്തത് എന്താണ് 0 ബിറ്റ് ആണ്. ഇവിടെ ഡോൺ ഫ്രാഗ്മെൻറ്റ് അത് 0 ആണെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പാക്കറ്റ്സിനെ എന്ന് മനസ്സിലാക്കാം. 1 ആണെങ്കിൽ അത് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടില്ല. വേറൊരു ഫ്രാഗ്മെൻറ്റ് ഫീൽഡ് ഉണ്ട്. അവിടെ എന്താണ് അത് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ അല്ലെങ്കിൽ മിഡിലാണോ അങ്ങനെയൊക്കെ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. മാം അതാണ് ഇവിടെ പറയുന്നത്. ദി തേർഡ് ബിറ്റ് റെപ്രസെൻറ്റ് ദി ലൊക്കേഷൻ ഓഫ് എ പാക്കറ്റ് ഇൻ എ സീരീസ് ഓഫ് ഫ്രാഗ്മെൻറ്റഡ് പാക്കറ്റ്സ്. ഓക്കെ. ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ, ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ. ഓക്കെ. ഒരു പാക്കറ്റ് തന്നെ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഫ്രാഗ്മെൻറ്റ്സ് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഒരു പാക്കറ്റിന് തന്നെ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ആ ഒരു ഫ്രാഗ്മെൻറ്റ്സിൽ ഇതിൻ്റെ പ്ലേസ് എവിടെയായിരിക്കും, ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ എന്നുള്ളതാണ് തേർഡ് ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദി വാല്യൂ ഓഫ് 0 മീൻസ് ദാറ്റ് ദി പാക്കറ്റ് ഈസ് ലാസ്റ്റ് ഫ്രാഗ്മെൻറ്റ്. അപ്പം ഇവിടെ 0 ആണ് സെറ്റ് ചെയ്തതെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്രാഗ്മെൻറ്റ് ആണ്. ഓക്കെ. ഇൻ എ സീരീസ് ഓർ എ പാക്കറ്റ് ദാറ്റ് ഈസ് നോട്ട് ഫ്രാഗ്മെൻറ്റഡ് അറ്റ് ഓൾ. ഓക്കെ. എ വാല്യൂ ഓഫ് 1 മീൻസ് ദാറ്റ് ദി പാക്കറ്റ് ഈസ് നോട്ട് ദി ലാസ്റ്റ് ഫ്രാഗ്മെൻറ്റ്. ഈ പാക്കറ്റ് ലാസ്റ്റ് അല്ല, ഒന്നുകിൽ അത് ഫസ്റ്റോ അല്ലെങ്കിൽ മിഡിലോ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ്. ദി ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ് ഫീൽഡ് യൂസസ് 13 bits and is represented in units 8 octets or bytes. This field is used to indicate the destination device where a received fragment should be placed when all of the data from packet is being resembled. ഓക്കെ. ഇപ്പോൾ ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ് അതിനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ഇൻഡിക്കേറ്റ്സ് ടു ദി ഡെസ്റ്റിനേഷൻ ഡിവൈസ് വേർ റിസീവ്ഡ് പാക്കറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് വെൻ ഓൾ. അപ്പോൾ എങ്ങനെ അത് എവിടെയാണ് ഈ റിസീവ് ചെയ്ത ഓരോ പാക്കറ്റും പ്ലേസ് അല്ലെങ്കിൽ വേർ എ റിസീവ്ഡ് ഫ്രാഗ്മെൻറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് വെൻ ഓൾ ഡേറ്റ ഫ്രം ദി പാക്കറ്റ് ഈസ് ബീങ് റീഅസംബിൾഡ്. ഓക്കെ. അപ്പം ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റും ഇത് തന്നെയാണ് ചെയ്യുക. അപ്പം ഈ ഒരു ഫ്രാഗ്മെൻറ്റ്സിൻ്റെ മൊത്തം അതായത് ഐഡൻറ്റിഫിക്കേഷനും ഇപ്പം അതേപോലെ ഫ്ലാഗ് 3 bits അതും ദെൻ എന്താണ് ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റും ഈ ഒരു റീഅസംബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ 3 ഫീൽഡ്സും യൂസ് ചെയ്യുന്നത്. റീഅസംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പാക്കറ്റിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ റീഅസംബിളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ്. The fragment offset along with the identification field is used to identify packets that have been fragmented and reassemble them in the correct order.
packets, they are not fragmented, and the first packet in a series of fragmented packets will always have a fragment offset set to what? 0. ഓക്കെ, അത് ഫ്രാഗ്മെൻറ്റ്, ഒരു പാക്കറ്റ് ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് ടൈം ടു ലീവ്. ടൈം ടു ലീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് ദി ഡേറ്റാഗ്രാം ടു ലൂപ്പ് ത്രൂ the network by representing the number of hops taken by packets before delivering to the destination. ഓക്കെ, ഇപ്പം ലൂപ്സ്, അതായത് ഇപ്പം നമ്മൾ പഠിച്ചതില്ലേ ലൂപ്പിംഗ് ഒഴിവാക്കുക. അതായത് ഇപ്പം ഇത്ര സെക്കൻഡ് വരെ അതിന് എന്താ പറയുക, ഇപ്പോൾ അതിനൊരു ടൈം കൊടുക്കും. ഒരു സെക്കൻഡ് കഴിയുന്ന സമയത്ത് വാല്യൂ ഡിക്രിമെൻ്റ് ആയിട്ട് വരും. ആൻഡ് 0 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പാക്കറ്റിനെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഡിസ്കാർഡ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൂപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ടൈം ടു ലീവ്. ഓക്കെ, ഡേറ്റാഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് പ്രിവെൻറ്റ്സ് ദി ഡേറ്റാഗ്രാം ടു ലൂപ്പ് ത്രൂ ദി നെറ്റ്വർക്ക് ബൈ റെസ്ട്രിക്റ്റിംഗ് ദി നമ്പർ ഓഫ് ഹോപ്സ് ടേക്കൺ ബൈ എ പാക്കറ്റ് ബിഫോർ ഡെലിവറിങ് ടു ദി ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് വരുന്നത് പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നെയിം ഓഫ് പ്രോട്ടോക്കോൾ ടു വിച്ച് ദ ഡേറ്റ ഈസ് ടു ബി പാസ്ഡ്. അത് പ്രോട്ടോക്കോൾ 8 ബിറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആണോ യൂസ് ചെയ്യുന്നത്? ദെൻ യൂസർ ഡേറ്റാഗ്രാം UDP ആണോ, TCP ആണോ, UDP ആണോ യൂസ് ചെയ്തിരിക്കുന്നത്? ദെൻ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പം അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക പ്രോട്ടോക്കോളിൽ. നെക്സ്റ്റ് വരുന്നത് ഹെഡർ ചെക്സം. ചെക്സം എന്തിനായിരുന്നു നെറ്റ്വർക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്? എറർ ഡിറ്റക്ഷൻ ചെയ്യാൻ. ഓക്കെ, എറർ കറക്ഷൻ ഏതായിരുന്നു യൂസ് ചെയ്യുന്നത്? എറർ ഡിറ്റക്ഷൻ കറക്ഷൻ ചെയ്യുന്ന ഏതായിരുന്നു? ഹാമിംഗ് കോഡ് പഠിച്ചിട്ടില്ലേ? സെക്കൻഡ് മൊഡ്യൂളിലാണ് തോന്നുന്നത് വരുന്നത്. എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷന് ഹാമിംഗ് കോഡ് യൂസ് ചെയ്യും. എറർ പിന്നെ കറക്റ്റ് ഡിറ്റക്ഷന് വേണ്ടി മാത്രമാണ് ചെക്സം യൂസ് ചെയ്യുന്നത്. എറർ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഹാമിംഗ് കോഡ് യൂസ് ചെയ്യും. ഓക്കെ, ദി ചെക്സം ഫീൽഡ് യൂസസ് 16 ബിറ്റ്സ് ആൻഡ് ഈസ് കമ്പ്യൂട്ടഡ് ഫോർ ഓൺലി ദി പാക്കറ്റ് header. Checksum provides a method of verifying that the header has not been corrupted when being transmitted from one device to another. ഓക്കെ, അപ്പോൾ അതിനാണ് എറർ എന്തെങ്കിലും ഒക്കർ ചെയ്തിട്ടുണ്ടോ, അതായത് കറപ്റ്റഡ് ഡേറ്റ, അതായത് ഹെഡർ ഹാസ് നോട്ട് ബീൻ കറപ്റ്റഡ്. ഓക്കെ, to explain its function without going into the math, a checksum value is derived from the contents of the header at the source and it is recomputed at the destination. നമ്മൾ പഠിച്ചിട്ടില്ലേ ചെക്സം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടാവും സെക്കൻഡ് മൊഡ്യൂളിൽ. If this value do not match, the packet will be what? Discarded. Okay, then അടുത്ത എന്താണ്? സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്. സോഴ്സ് അതിൻ്റെ സോഴ്സ് ID ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ID ഉണ്ടായിരിക്കും. 32 ബിറ്റ്സ് ആണത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഫീൽഡ് യൂസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതായത് ആ പാത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ഫീൽഡ്. ദാറ്റ് ഈസ് 40 ആണ് വരുന്നത്. 40 ബൈറ്റ്സ് ആണത് 40 ബിറ്റ്സ് ആണത് വരുന്നത്. ഓക്കെ, സോ ബട്ട് എല്ലാവരും അത് യൂസ് ചെയ്യണം എന്നില്ല. ഓപ്ഷൻ ഫീൽഡ് എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല. ഓപ്ഷണലാണത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നത് എന്താണ്? നമ്മളുടെ ഡേറ്റ ഫീൽഡ് ഇൻസൈഡ് എ പാക്കറ്റ് ഈസ് വേരിയബിൾ ലെങ്ത് ആൻഡ് ക്യാൻ കണ്ടെയ്ൻ എനി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആസ് defined by the developer. Okay, common network traffic uses TCP, UDP, ICMP protocol which will be contained within this part of packet. Okay, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ.